ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലുള്ള ചാത്രൂ വനമേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കനത്ത പോരാട്ടം. ഒരു ഭീകരനെ വധിച്ച സൈന്യം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പ്രധാന കമാൻഡറെ വലയിലാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇന്ന് രാവിലെ ആരംഭിച്ച വെടിവെപ്പ് മഞ്ഞുമൂടിയ ആ വനത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. ഓരോ നിമിഷവും ജീവനും മരണത്തിനും ഇടയിലൂടെയുള്ള ആ പോരാട്ടം. സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാതെ ഒളിഞ്ഞിരിക്കുന്ന ഇനിയും 2 ഭീകരർ കൂടി ഇവിടെയുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികൾ ഉറപ്പിക്കുന്നത്. അങ്ങേയറ്റം ദുർഘടമായ തണുത്തുറഞ്ഞ ഈ മേഖലയിൽ സൈന്യം നടത്തുന്ന തെരച്ചിൽ ശരിക്കും സാഹസികതയുടെ മറ്റൊരു മുഖമാണ്. ഇതൊരു സാധാരണ ഓപ്പറേഷനല്ല. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച സൂക്ഷ്മമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം, ജമ്മുകാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, CRPF എന്നിവർ കൈകോർത്താണ് ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 15 ദിവസമായി ഈ മേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തുകയായിരുന്നു. ഒടുവിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി. സൈന്യം വളഞ്ഞപ്പോൾ അവർ വെടിയുതിർത്തു. അതോടെ ആ പ്രദേശം സ്ഫോടനങ്ങളുടെയും വെടിയൊച്ചകളുടെയും പ്രദേശമായി മാറി. ഇതാദ്യമായിട്ടല്ല ചാത്രൂ വനമേഖല ചുവക്കുന്നത്. കഴിഞ്ഞ മാസവും ഇവിടെ 1/2 ഡസനിലേറെ വെടിവെപ്പുകൾ നടന്നിരുന്നു. അന്നൊരു ഇന്ത്യൻ സൈനികന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ഭീകരനെയും വധിച്ചു. ആ സംഭവങ്ങളുടെ തുടർച്ചയായി ഭീകരർ വീണ്ടും തമ്പടിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു. അതിർത്തി കടന്നെത്തുന്ന ഈ ഭീകരർക്ക് പ്രദേശവാസികളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും സൈന്യത്തിനുണ്ട്. മഞ്ഞുവീഴ്ച കനക്കുമ്പോൾ ഗുഹകളിലോ വനത്തിനുള്ളിലെ രഹസ്യതാവളങ്ങളിലോ ഒളിച്ചിരിക്കാനുള്ള ഭീകരരുടെ തന്ത്രങ്ങളെയും സൈന്യം മുന്നിൽ കാണുന്നുണ്ട്. കിഷ്ത്വാറിലെ മലനിരകളിൽ വെടിവെപ്പ് തുടരുമ്പോൾ സൈന്യം പൂർണ്ണ ജാഗ്രതയിൽ തന്നെയാണ്. ജമ്മു മേഖലയിൽ ഭീകരർ നുഴഞ്ഞുകയറാനുള്ള സാധ്യതകൾ തടയാൻ ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡറെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ കഴിഞ്ഞാൽ അത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്ന ഒരു ബിഗ് വിൻ ആയിരിക്കും. അതേസമയം ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കാൻ പാക് ചാരസംഘടനയായ ISIയും ബംഗ്ലാദേശ് കേന്ദ്രീകൃതമായ തീവ്രവാദ സംഘടനകളും ചേർന്ന് വൻ ഗൂഢാലോചന മെനയുന്നു. ഇത് തകർത്തിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി പോലീസും. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമായി നടത്തിയ അതീവ രഹസ്യ നീക്കത്തിലൂടെ 8 ഭീകരരെയാണ് പിടികൂടിയത്. ഡൽഹി മെട്രോ ശൃംഖലയിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട പ്രകോപനപരമായ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ ഭീകര ശൃംഖലയെ പുറത്തുകൊണ്ടുവന്നത്.